ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. അത് മാത്രമല്ല, ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട്. ആ ഒരു സന്ദേശമാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് ദിലീപ് പ്രതികരിച്ചു. മഞ്ജു വാര്യരുടെ പ്രസംഗത്തിൽ നിന്നാണ് എല്ലാറ്റിന്റെയും തുടക്കം. തിരുവനന്തപുരത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസും ചേർന്ന് ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ തനിക്കെതിരെ കുപ്രചാരണം നടത്തിയെന്നും ദിലീപ് ആരോപിച്ചു. ദിലീപ് പറഞ്ഞതുകൂടി. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇന്ന് എനിക്ക് എൻ്റെ കൂടെ നിന്ന എല്ലാ കുടുംബാംഗങ്ങളോടും, എൻ്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം വിപിൻ സി വിജയൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിപിൻ, ഈ കോടതി വിധി കേട്ടതിന് ശേഷം വന്ന ആദ്യ പ്രതികരണമാണിപ്പോൾ നമ്മൾ കേട്ടത്. അതിൽ പലർക്കുമുണ്ട് പഴി. മഞ്ജു വാര്യർ തുടങ്ങി വെച്ചതാണ് ഈ ഗൂഢാലോചനയെക്കുറിച്ചുള്ള വാദം. അതിന് പിന്നാലെ പിന്നീട് പോലീസ്, കൂടാതെ മാധ്യമങ്ങൾ, അങ്ങനെ എല്ലാവർക്കും പഴിയാണ്. തന്നെ തകർക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന അതിപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നു. കള്ളക്കഥ അത് കോടതി തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. യെസ് അനുജ, ഏകദേശം ഒരു 9:45 കൂടി കൊച്ചിയിലെ വിചാരണ കോടതിയിലേക്ക് എത്തിയ ദിലീപ് അല്ല പിന്നീട് ഈ വിധിക്ക് ശേഷം പുറത്തിറങ്ങിയത് എന്നുള്ളത് വ്യക്തമായിരുന്നു. കാരണം വളരെ ടെൻഷനായിട്ടായിരുന്നു അദ്ദേഹം ഈ വിചാരണ കോടതിയിൽ ഈ ഒരു വിധി കേൾക്കുന്നതിന് വേണ്ടി എത്തിയത്. പക്ഷേ ഇറങ്ങിയ ദിലീപ് പിന്നീട് ആദ്യം തന്നെ ആ ഒരു കോൺഫിഡൻസോട് കൂടി ആദ്യം തന്നെ ഒരു പ്രതികരണം അദ്ദേഹം നടത്തുന്നു. ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ പ്രതികരിക്കാതെ പിന്നീട് പോയതിനു ശേഷം, അവിടെ നിന്ന് മാറിയതിനു ശേഷം ആയിരിക്കും ഒരു പ്രതികരണം എന്നുള്ളതാണ്. എന്നാൽ കോടതി വളപ്പിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. ഒരു പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ഒരു വിവാദമാകാൻ പോലും സാധ്യത ഉള്ള ഒരു പ്രതികരണം. അത് മഞ്ജു വാര്യരെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. മഞ്ജു വാര്യരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളതായിരുന്നു. കാരണം 2017 ഫെബ്രുവരി 19 ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് ഐക്യദാർഢ്യവുമായി ദർബാർ ഹാളിൽ ചലച്ചിത്ര പ്രവർത്തകരുടെ ഒരു ഐക്യദാർഢ്യ സമ്മേളനം നടക്കുന്നത്. ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ദിലീപ് പങ്കെടുക്കുന്നു, പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം പങ്കെടുക്കുന്നു. ഈ ചടങ്ങിലാണ് ഈ ഒരു നടിയെ ആക്രമിക്കുന്നതിന് പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് മഞ്ജു വാര്യർ പറയുന്നത്, അവൾക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്നു എന്നുള്ളതും പ്രഖ്യാപിക്കുന്നത്. ഇതിന് ശേഷമാണ് ഈ ഒരു സംഘത്തിന്, അതായത് ഈ ഒരു കൃത്യത്തിലേർപ്പെട്ട ഈ ഒരു സംഘത്തിന് നടിയോട് പ്രത്യേകിച്ച് വലിയ വിരോധവും മറ്റൊന്നും തന്നെയില്ല. പിന്നെ ആരാണ് ഇതിനെ പ്രേരിപ്പിച്ചത്, ആരാണ് അങ്ങനെ ഒരു കൊട്ടേഷനിലേക്ക് ഇത് എത്തിച്ചത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ, അത് ഒരുപക്ഷെ ഇപ്പോഴും അതിനൊരു ഉത്തരം കൃത്യമായിട്ട് ലഭിച്ചോ എന്നുള്ളത് ചോദിച്ചാൽ സംശയമാണ്. അതുകൊണ്ട് തന്നെ അപ്പീൽ നൽകുമെന്നുള്ളതൊക്കെ
സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ ഒരു കേസിൽ പൂർണ്ണമായും നടന്നിട്ടുള്ളത് എന്നുള്ളത് ദിലീപ് പേരെടുത്ത് പറയുന്നു. ഒരു ഉന്നത ഉദ്യോഗസ്ഥ കൂടി ഇതിലുണ്ട് എന്ന് പറയുമ്പോൾ വരുന്ന ആളുകളിലും അത് ചർച്ചയാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കൂടുതൽ പ്രതികരണങ്ങളും ആ വിഷയത്തിൽ മാത്രമായി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.